Hi friends, I am Yasser Karathur, Automind Two-Wheeler Garage from Kerala, Malappuram district. ഞാനിവിടെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. നമ്മളൊക്കെ എൻജിൻ വർക്ക് ചെയ്യുന്നവരാണല്ലോ, അപ്പോൾ അതിന് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു പാക്കിങ്, ആ പാക്കിംഗ് കിറ്റിൻ്റെ ഒരു തരത്തിൽ നമ്മൾ പാക്കിംഗ് കിറ്റ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പല പാക്കിങ്ങുകളും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിളാണ്. ഓയിൽ പാക്കിങ് ഉപയോഗിക്കുന്നവരുണ്ടാവാം, അല്ലാത്തവരും ഉണ്ടാവാം. പക്ഷേ ഓയിലിൻ്റെ അതേ രീതിയിൽ പെർഫോമൻസ് കാണിക്കുന്ന ഒരു പാക്കിംഗ് കിറ്റിൻ്റെ ഒരു പ്രോഡക്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, ആ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഇത് ഹീറോ പാഷൻ ബസ് 2010 മോഡൽ ബൈക്കിൻ്റെ എൻജിൻ അസംബ്ലി ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. ഫുൾ വർക്കാണ്. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതാണ് ഇതിൻ്റെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ബാഗ്. ഇതിനകത്ത് ഞാൻ ആദ്യം തന്നെ എടുക്കാൻ പോകുന്നത് ഒരു ഗ്യാസ്കറ്റാണ്, റെഡ് ഗ്യാസ്കറ്റ്. ഇതിനകത്ത് നമുക്ക് മറ്റുള്ള പാക്കിങ്ങിൽ കാണാത്ത വിധത്തിലുള്ള കുറച്ചും കൂടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പറയട്ടെ, ഇത് കുറച്ച് പാക്കിങ്ങാണ്. ഇതിനകത്ത് നമുക്ക് ഗമ്മ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഓൾറെഡി ഇതിനകത്ത് ഒരു സിലിക്കോൺ ആയിട്ട് ഒരു ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും അതിനും പാക്കിങ്ങിൻ്റെ ഗമ്മിടേണ്ട ആവശ്യമില്ല. ഞാൻ ഗമ്മിടാതെയാണ് ഇത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിനകത്ത് ഗമ്മ് ഉപയോഗിക്കുന്നില്ല. സാധാരണ ഇതിൽ ഗമ്മ് നമുക്ക് ഒറിജിനൽ പാക്കിങ് ഒരു ഗമ്മ് ഉപയോഗിക്കാറുണ്ട്. അത് എല്ലാ ഹോളുകളും വളരെ കറക്റ്റാണ്. ചില കമ്പനികളുടെ പാക്കിങ് ഇടുമ്പോൾ ഇതിൻ്റെ ഹോളുകളൊന്നും പ്രോപ്പറായിട്ട് ക്ലിയർ ആവാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ വളരെ ക്ലിയറാണ്. ഗമ്മൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഗമ്മോ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ പാക്കിങ്ങും വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഗമ്മോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ LH സൈഡ് കവർ കൊടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ക്ലച്ച് കവർ ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പാക്കിംഗ് ആണത്. അല്ലേ, ഇതിനകത്ത് അതിൻ്റെ സിലിക്കോണകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഫിറ്റ് ചെയ്യാം. അത് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ കറക്റ്റാണ്. എന്ന് വെച്ചാൽ കേസിനകത്ത് പുറത്തേക്ക് ഒരിക്കലും തള്ളി നിൽക്കുന്നില്ല. അത് വളരെ ഫിറ്റായിട്ടാണ് നിൽക്കുന്നത്. പുറത്തേക്ക് ഒരിക്കലും എൻജിനീയേഴ്സിനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നില്ല. അപ്പോൾ പാക്കിങ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് സംശയം തന്നെ ആവും. അത്രയും ക്ലിയറൻസ് ആണ് ഇതിനകത്ത്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ക്ലച്ച് ഡിസ്ക് സ്കാക്സിൻ്റെ ക്ലച്ച് ഡിസ്ക് തന്നെയാണ്. കുറച്ചും കൂടി തിക്നെസ് കൂടിയിട്ടുള്ളൊരു ക്ലച്ച് ഡിസ്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻജിനിലേക്ക് ഓയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഓയിൽ ഇതാണ്, ENI ഓയിലിൻ്റെ റൈഡ് മോട്ടോർ എക്സ്പീരിയൻസ് Pro+. ഇപ്പോൾ എൻജിന് വണ്ടിയിൽ ഫിറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സൈലൻസർ ഫിറ്റ് ചെയ്യണം. സൈലൻസറിൽ നമുക്ക് വരുന്നിട്ടുള്ള ഹെഡ് ജോയിൻറ്റ് ഗാസ്കറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റൽ തന്നെയാണ്.